Welcome back to Axonus Learning Online Classes. So, നമ്മളിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ടൗൺ പ്ലാനിങ് ഓഫ് ദി ഹാരപ്പൻസ്. ഹാരപ്പൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാരപ്പൻസിനെ കുറിച്ച് നമ്മൾ അവരുടെ ഏർലി ഹാരപ്പൻ ഫേസ് നമ്മൾ പറഞ്ഞു, മെച്യൂർ ഹാരപ്പൻ ഫേസ് പറഞ്ഞു, ലേറ്റർ ഹാരപ്പൻ ഫേസ് പറഞ്ഞു. അവരുടെ പീരിയഡും അതുപോലെ അവരുടെ ട്രേഡും അവരുടെ ഒക്യുപ്പേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ ആയിട്ടുള്ള ടൗൺസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഇതിൽ നമ്മൾ അവരുടെ ടൗൺ പ്ലാനിങ് ആണ്. അതായത് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തിൽ, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ എന്ന് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ എവിടെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു, എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കൂടാതെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ ആകെ എന്ന് പറയാനുള്ളത് ഏതേ ഉള്ളൂ, ഹാരപ്പൻ സിവിലൈസേഷൻ മാത്രമേ ഉള്ളൂ. സോ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൗൺ പ്ലാനിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ടൗൺസ് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്നല്ല, അതിൻ്റെ ടൗൺസ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ബേസ്ഡ് റെസിഡൻഷ്യൽ ഏരിയാസ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്, പൊളിറ്റിക്കൽ ഏരിയാസ്, ഇതൊക്കെ ഒന്ന് ബേസ് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് ബേസിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സിറ്റാഡലും അതുപോലെ തന്നെ ലോവർ ടൗണും. ഇതാണ് നമുക്ക് രണ്ട് എന്ന് പറയാനുള്ളത്. സിറ്റാഡൽ ഫസ്റ്റ് വൺ ഏതാണ്, സിറ്റാഡൽ. രണ്ടാമത്തേത് ലോവർ ടൗൺ. ഓൾമോസ്റ്റ് ഓൾ മേജർ ഹാരപ്പൻ സൈറ്റ് വർ ഡിവൈഡഡ് ഇൻടു ടു ഡിസ്റ്റിങ് പാർട്സ്. ഏതൊക്കെയാണ്? രണ്ട് ഡിസ്റ്റിങ് പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് സിറ്റാഡൽ എന്നുണ്ട്, ലോവർ ടൗൺ ഉണ്ട്. സിറ്റാഡലിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ സിറ്റാഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സിറ്റാഡൽ എന്ന് പറയുന്നത് ഹയർ മൗണ്ട്, അതായത് കുറച്ച് ഉയരത്തിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിറ്റാഡൽ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭരണാധികാരികളാവട്ടെ അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്കൽ പർപ്പസ് ആണ് എവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സിറ്റാഡൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൂടാതെ തന്നെ ടിപ്പിക്കലി ഓൺ ദി വെസ്റ്റേൺ സൈഡ്. അപ്പോൾ ഏത് ഭാഗത്തായിരുന്നു സിറ്റാഡൽ ഉണ്ടായിരുന്നത്? സിറ്റാഡൽ ഉണ്ടായിരുന്നത് വെസ്റ്റേൺ സൈഡിലായിരുന്നു. സിറ്റാഡൽ വെസ്റ്റേൺ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൂടാതെ നമ്മൾ പറഞ്ഞു അതൊരു ഹയർ മൗണ്ട് ആണ്, ഉയരത്തിലുള്ള ഭാഗമായിരുന്നു. ആൻഡ് കണ്ടെയ്ൻഡ് ലാർജ് സ്ട്രക്ചേഴ്സ് ലൈക്ലി യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിച്വൽ ആക്ടിവിറ്റീസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും റിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടൗൺ ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹാരപ്പൻസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിച്വൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന അവരുടെ സിഗുറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലം, ടെമ്പിൾ പോലെ, ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ആരാധനാലയം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഏത് എന്ന് പറയുന്നത്, സിഗുറാത്ത് എന്ന് പറയുന്നത്. ഈ സിഗുറാത്ത് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഈ ഒരു സിറ്റാഡലിലാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോവർ ടൗൺ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാരപ്പൻ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സിറ്റാഡലും ലോവർ ടൗണും. സിറ്റാഡൽ കഴിഞ്ഞിട്ട് ലോവർ ടൗൺ ആണുള്ളത്. ഇത് നമ്മൾ ലോവർ ടൗൺ സിറ്റിയുടെ ഈസ്റ്റേൺ സൈഡ്. അപ്പോൾ ഏതാണ്? ഈസ്റ്റേൺ സൈഡിലാണ്. സിറ്റാഡൽ നമുക്ക് വെസ്റ്റേൺ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ ലോവർ ടൗൺ നമുക്ക് കാണാൻ പറ്റുന്നത് ഈസ്റ്റേൺ സൈഡിലാണ്. അവിടെയാണ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്സ്. കാര്യമായിട്ട് ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഭാഗമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. കൂടുതലും സാധാ വീടുകൾ, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ തരുന്നത്. സ്ട്രീറ്റ് വേർ ലെയ്ഡ് ഔട്ട് ഇൻ ദി ക്രിസ് ക്രോസ് പാറ്റേൺ ആൻഡ് ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ സ്ട്രീറ്റുകൾ ഒരു പ്രത്യേക പാറ്റേണിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൗൺ പ്ലാനിങ് ആണ്. അപ്പോൾ സ്ട്രീറ്റ് എങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ് ക്രോസ് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റം, നിങ്ങൾ ഗ്രിഡ് സിസ്റ്റം എന്ന് എഴുതി വെച്ചാൽ മതി. ഒരു ഗ്രിഡ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്ട്രീറ്റൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള സിറ്റി തന്നെ ആയിരുന്നു കേട്ടോ ഏതെന്ന് പറഞ്ഞാൽ ഹാരപ്പ എന്ന് പറയുന്നത്. നല്ല വൃത്തിയിൽ അതുപോലെ കറക്റ്റ് ഓർഡറിലാണ് ഓരോ വീടും അല്ലെങ്കിൽ ഓരോ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഹാരപ്പൻ ഹാഡ് വെൽ
പ്ലാൻഡ് ഡ്രെയിനേജ് സിസ്റ്റം. അതാണ് അവരുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. വെൽ പ്ലാൻഡ് ഡ്രെയിനേജ് സിസ്റ്റം. അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്നുള്ള ഡ്രെയിനേജും ഒരു ഡ്രെയിനേജ് വഴി പോകുന്നു. അതൊരു കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ സൈഡിലുള്ള, അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഡ്രെയിനേജ് ലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വീട്ടിൽ നിന്നുള്ള എല്ലാ വേസ്റ്റും പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആർക്കുണ്ടായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ഹൗസസ് വെർ ലാർജ്ലി കൺസ്ട്രക്റ്റഡ് യൂസിങ് ബേൺഡ് ബ്രിക്സ്. ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ വീടുകൾ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അവിടെ ഇൻഡസ് റിവറിന്റെ തീരത്താണ് എന്തുള്ളത്, ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടും അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവർ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ബേൺഡ് ബ്രിക്സ്, ചുട്ടെടുത്ത ഇഷ്ടിക കല്ലുകൾ. ഈ ചുട്ടെടുത്ത ഇഷ്ടിക കല്ലാകുമ്പോൾ അതിനെന്ത് കിട്ടും? ഡ്യൂറബിൾ ആയിരിക്കും, കുറച്ചും കൂടി എന്തുണ്ടാവും, അത് നിലനിൽക്കും. അതുകൊണ്ടാണ് അവർ ബേൺഡ് ബ്രിക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഇവർ ടൗൺ പ്ലാനിങ്. കൂടാതെ തന്നെ ഇതിൽ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഗ്രേറ്റ് ബാത്ത് അത് അവരുടെ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബാത്ത് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? മോഹൻജദാരോയിലാണ്. എവിടെയാണ്? മോഹൻജദാരോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനെ കുറിച്ച്? മോഹൻജദാരോ എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഉണ്ടായിരുന്നു, ഹാരപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ഉണ്ടായിരുന്നു. മോഹൻജദാരോയും ഹാരപ്പയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൗൺസ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഗ്രേറ്റ് പാത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് പാത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റിലീജിയസ് പർപ്പസിന്, ഒരു കുളം, പോണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പോണ്ട്, കുളം എന്നുള്ള രീതിയിലായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്തതായിരിക്കാം എന്നാണ് പറയുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻജദാരോയുടെ, അത് അവരുടെ വെൽ പ്ലാൻഡ് ബിൽഡിങ്ങിന് ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് ഗ്രാനറി ആണ് പറയാനുള്ളത്. ഗ്രാനറി എന്ന് പറയുന്നത് അവർ ഗ്രാനറികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ധാന്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാനറി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രാനറി നമുക്ക് മോഹൻജദാരോയിലും അറ്റ് എ ടൈം നമുക്ക് എവിടെയും ഹാരപ്പയിലും കാണാൻ സാധിക്കുന്നതാണ്. അതാണ് അവരുടെ ഒരു ബിൽഡിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഇതൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. സിറ്റാഡലും ലോവർ ടൗണും എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ സിഗുറാത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് പാത്ത് പറഞ്ഞു, ഗ്രാനറി പറഞ്ഞു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്കധികം ടൈമില്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരുപാട് ഡിസ്കസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു മാരത്തോൺ അല്ലെങ്കിൽ ഒരു ക്യാപ്സൂള് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേ തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം മാക്സിമം ഇൻഫോർമേഷൻസ് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് തന്നെ. സോ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. അപ്പോൾ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് അതുപോലെ തന്നെ വേറെ രണ്ട് സ്കൂൾ ഓഫ് ആർട്ട് കൂടിയുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 69/4 സെറ്റ് A എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ മേ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ചോദിക്കുന്നത്? അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മധുര സ്കൂൾ ഓഫ് ആർട്ട് ആയിരിക്കും. നമുക്ക് ഇത് മൂന്നും എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ചെക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുര സ്കൂൾ ഓഫ് ആർട്ട് ചെക്ക് ചെയ്യാം, പിന്നെ നമുക്ക് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്. ഇങ്ങനെ റെസ്പെക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. സോ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഗാന്ധാര റീജിയനിലാണ്. എവിടെയാണ്? ഗാന്ധാര റീജിയനിലാണ് ഇത്
ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതെവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യയിൽ എന്നല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ കോൾഡ് ഗ്രീക്കോ ബുദ്ധിസ്റ്റ്, ഇൻഡോ ഗ്രീക്ക് ആൻഡ് ഗ്രീക്കോ റോമൻ. അതായത് ഗ്രീക്കോ ബുദ്ധിസ്റ്റ് ആർട്ടിന് ഫേമസ് ആണ്, ഇൻഡോ ഗ്രീക്കിന് ഗ്രീക്കോ റോമൻ. ഇതിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഗ്രീക്ക് ആർക്കിടെക്ചറിന് അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. റോമൻ ആർട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഗ്രീക്കോ റോമൻ മിക്സ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഗ്രീക്കോ ബുദ്ധിസ്റ്റ് മിക്സ് ആയിട്ടുള്ളത്, ഇൻഡോ ഗ്രീക്ക് ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ബ്ലെൻഡ്സ് ഇന്ത്യ, ഗ്രീക്ക്, റോമൻ. ഇന്ത്യ, ഗ്രീക്ക്, റോമൻ, ഇതിൻ്റെ മൂന്നും ഇൻഫ്ലുവൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ തീംസ് ഓഫ് ദി സ്കൾപ്ചർ ആർ പ്രിഡോമിനന്റ്ലി ബുദ്ധിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് സ്റ്റൈൽ ഈസ് ഗ്രീക്ക്. ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതായത് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആയിരുന്നു. പക്ഷെ അത് ഏത് സ്റ്റൈലായിരുന്നു? ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഒരു ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ചീഫ് പാട്രൺസ് എന്ന് പറയുന്നത് ഷാഗാസും കുഷാനാസും ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കുഷാനാസിന്റെ റൂളർ ആയിട്ടുണ്ടായിരുന്ന കനിഷ്കൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് പാട്രോണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് പാട്രോണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് നമ്മൾ പറഞ്ഞു വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും എന്നുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഏത് ഭാഗത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യന് എക്സ്പെക്റ്റ് ചെയ്യാം. സോ കുഷാന റൂളറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കനിഷ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള കനിഷ്ക റൂളറായിരുന്നു ഇവരെ പാട്രണേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഗ്രേ ഷിസ്റ്റ് സ്റ്റോൺ ആയിരുന്നു. ബ്ലൂ ഗ്രേ ഷിസ്റ്റ് സ്റ്റോൺ ആയിരുന്നു, കല്ലുകളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റോൺ ഫോർ കേവിംഗ് ഐഡൽസ് ആൻഡ് ബുദ്ധ ആൻഡ് ബോധിസത്താസ്. ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബുദ്ധ ആൻഡ് ബോധിസത്താസ് ഐഡോൾസ് ആണ് ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ഹ്യൂമൻ ഫിഗേഴ്സ്. ഹ്യൂമൻ ഫിഗേഴ്സിനെ കറക്റ്റ് നേച്ചുറൽ ആയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോർട്രേ ചെയ്തിട്ടുണ്ടായി. ഇവർക്ക് പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഷോയിങ് ഡിസ്റ്റിങ്ഷൻ മസിൽസ് ഓഫ് ദി ബോഡി. ആ ബോഡി മസിൽസ് ഒക്കെ അതുപോലെ കൊടുത്ത് ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ബുദ്ധാസിനും ബോധിസത്താസിനും ഒക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ നമുക്കിതിൽ എക്സ്ട്രാ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേളി ഹെയർ ഉള്ള ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധ ഐഡൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൽ കാണുന്നത് ഒരു കേളി ഹെയർ ഉള്ള ബുദ്ധനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഒറിജിനൽ കേളി ഹെയർ ഉള്ള ബുദ്ധയാണോ? സോ ആ ഒരു രീതിയിലുള്ളതാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മധുര സ്കൂൾ ഓഫ് ആർട്ടാണ്. നെക്സ്റ്റ് മധുര സ്കൂൾ ഓഫ് ആർട്ടും അതുപോലെ തന്നെ അമരാവതി സ്കൂൾ ഓഫ് ആർട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, മധുര സ്കൂൾ ഓഫ് ആർട്ട്. ഇതിൽ മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടംപററി സ്റ്റൈല് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു ആര് എന്ന് പറയുന്നത്? മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മധുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുഷാനാസും അതുപോലെ ഷാഗാസും ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് പാട്രോണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കനിഷ്കൻ, മെയിനായിട്ട് കനിഷ്കൻ തന്നെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് പാട്രോണേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവര് കുറച്ചും കൂടി ഹ്യൂമൻ ഫിഗർലി ആയിട്ടുള്ള ഒരു ഐഡലായിരുന്നു ഇവർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബുദ്ധാസ് ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണിക്കൽ സ്റ്റൈൽ നമുക്ക് ഇതിൽ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. എന്താണ്? ബ്രാഹ്മണിക്കൽ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. കാർത്തികേയ, വിഷ്ണു, കുബേര എന്നുള്ള രാജാക്കന്മാരുടെ പോർട്രേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? കാർത്തികേയ, വിഷ്ണു, കുബേര എന്നുള്ള 3 റൂളേഴ്സിൻ്റെ, അല്ലെങ്കിൽ റൂളേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, 3
ദൈവങ്ങളുടെ ഒരു ഇമേജ് അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇമേജ് അല്ല, ഒരു സ്കൾപ്ചർ നമുക്ക് ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ജൈനിസ്റ്റ് ആയിട്ടുള്ള ഐഡിയൽസും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ജൈനിസവുമായി ബന്ധം ജൈനിസ്റ്റ് ഐഡിയൽസിനെയും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്കൾപ്ചറും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്നത് റെഡ് സ്റ്റോൺ ആണ്. റെഡ് സ്റ്റോണ് വിത്ത് ബ്ലാക്ക് സ്പോട്ട്, റെഡ് സ്റ്റോൺ വിത്ത് ബ്ലാക്ക് സ്പോട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ പറയാനുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മധുര സ്കൂൾ ഓഫ് ആർട്ടാണ്. മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? മധുരയിൽ, ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു. കനിഷ്കനായിരുന്നു മെയിൻ ആയിട്ടുള്ള പാട്രണേജ് എന്ന് പറയുന്നത്. കൂടാതെ ജൈനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഐഡൽസ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണിക്കൽ ഇൻഫ്ലുവൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാർത്തികേയ, വിഷ്ണു, കുബേര എന്ന് പറഞ്ഞിട്ടുള്ള 3 ദൈവങ്ങളുടെ പോർട്രേൽ സ്കൾപ്ചർ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റെഡ് സ്റ്റോൺ വിത്ത് ബ്ലാക്ക് സ്പോട്ടാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള ഫോമാണ്. ബുദ്ധൻ്റെ ഐഡൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാനുള്ളത്? മെയിനായിട്ട് നമ്മുടെ മധുര സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ 3 സ്കൂൾ ഓഫ് ആർട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പം ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് പറഞ്ഞു, മധുര സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ചാണ്. അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ചാണ്. ഏതാണ്? അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ചാണ്. ഇത് ഉണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇത് ഉണ്ടായിരുന്നത്. കൂടാതെ ശാതവാഹനാസ്, ഇക്ഷാഗൂസ് ആരൊക്കെയാണ്? ശാതവാഹന റൂളേഴ്സ്, അതുപോലെ ഇക്ഷാഗു റൂളേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു സ്കൂള് പാട്രണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ശാതവാഹന റൂളേഴ്സും ഇക്ഷാഗു റൂളേഴ്സും ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാട്രണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷ്ണ ഗോദാവരി റിവറിൻ്റെ അടുത്താണ്. എവിടെയാണ്? കൃഷ്ണ ഗോദാവരി റിവറിൻ്റെ അടുത്താണ്. കൃഷ്ണ ഗോദാവരി റിവറിൻ്റെ അടുത്താണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെ കറക്റ്റ് പോർട്രേലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെ കറക്റ്റ് പോർട്രേൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഹ്യൂമൻ ഫിഗേഴ്സ് അതുപോലെ പോർട്രേ ചെയ്യലായിരുന്നു ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ 3ാമത്തെ സ്കൂളായിട്ടുള്ള അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സ്കൂളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മെയിനായിട്ട് 3 സ്കൂൾസാണ് ഇവിടെ പറയാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, അതിൽ ഗ്രീക്ക് ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, കാര്യങ്ങൾ റോമൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് തന്നെയാണ്. അതിൽ കനിഷ്കൻ്റെ റോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറന്നു പോകാൻ പാടില്ല. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മധുര സ്കൂൾ ഓഫ് ആർട്ടാണ്. അതിൽ നമുക്ക് എന്തുണ്ട്? കനിഷ്കൻ്റെ റോള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മറന്നു പോകാൻ പറ്റില്ല. കനിഷ്കനാണ് ഏറ്റവും കൂടുതൽ പാട്രണേജ് കൊടുത്തിട്ടുള്ള ഒരു റൂളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധുര സ്കൂൾ ഓഫ് ആർട്ടും ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും ഏകദേശം സിമിലർ ആണ്. കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടിലും റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മധുര സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ പ്രത്യേകത റെഡ് സ്റ്റോൺ വിത്ത് ബ്ലാക്ക് സ്പോട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് എവിടെ എന്ന് പറയുന്നത്? മധുര സ്കൂൾ ഓഫ് ആർട്ടിൽ എന്ന് പറയുന്നത്. എന്നാൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സ്പോട്ട് എന്നില്ല ഉണ്ടായിരുന്നില്ല. പക്ഷെ റെഡ് സ്റ്റോൺ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബോധിസത്താസും ബുദ്ധാസിൻ്റെ ഐഡിയൽസും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മധുര സ്കൂൾ ഓഫ് ആർട്ടിലോട്ട് വരുമ്പോൾ അവർ ജൈനിസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഹിന്ദു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങളുടെ ഐഡൽസും സ്കൾപ്ചേഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാരപ്പൻ്റെ ടൗൺ പ്ലാനിങ് ആയാലും ഈ 2 സ്കൂൾ ഓഫ് ആർട്ട് ആയാലും രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാറി വന്നിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചഡ് പാറ്റേൺ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ആയാലും അതുപോലെ തന്നെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ആയാലും മധുര സ്കൂൾ ഓഫ് ആർട്ട് ആയാലും അതുകൂടാതെ തന്നെ അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ആയാലും. സോ അത് 3 എന്ത് ചെയ്യുക? നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.